മൈ പെൻഗ്വിൻ ഫ്രണ്ട്. ഇത് ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ് സ്റ്റോറിയാണ്. കാരണം ഇതിനകത്ത് അവസാനം ഇതിൻ്റെ ഒറിജിനൽ ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. പേര് പോലെ തന്നെ ഒരു പെൻഗ്വിനും ഒരു ഹ്യൂമനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് ഇത് കാണിച്ചു പോകുന്നത്. ഇതിനകത്ത് ആ ഒരു പെൻഗ്വിൻ ഡിൻ എന്ന് പറയുന്ന ഒരു പെൻഗ്വിനാണ് മെയിൻ റോൾ, സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ജോ എന്ന് പറയുന്ന ഈ പെൻഗ്വിൻ ഫ്രണ്ടാവുന്ന ആ ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി. ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഈ സിനിമ കാണിച്ചു പോകുന്നത്. ഇത് ഒറിജിനലി നടന്നിട്ടുള്ളതാണ്. അതായത് 8 വർഷം ഈ പെൻഗ്വിൻ ഈ പുള്ളിക്കാരനെ കാണാനായിട്ട് 4000 മൈൽസ് ട്രാവൽ ചെയ്തിട്ട് അന്റാർട്ടിക്കയിൽ നിന്ന് ബ്രസീൽ വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ്. അതായത് ഈ ഒരു പെൻഗ്വിൻ പുള്ളിക്കാരൻ്റെ അടുത്ത് വരുന്നു, ഫ്രീ ആയിട്ട് നമ്മളിരുന്നു, എന്നിട്ട് പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെയാണ് ഈ ഒരു കഥ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ജോ എന്ന് പറയുന്ന പ്രായമായിട്ടുള്ള വ്യക്തി ഒരു ബ്രസീലിലെ ഒരു സീ വില്ലേജിലാണ്, അല്ലെങ്കിൽ കടൽ തീരമുള്ള ഒരു വില്ലേജ്, ഒരു ചെറിയ സ്മോൾ ടൗണിലാണ് താമസിക്കുന്നത്. പുള്ളിക്ക് കടലിൽ നിന്ന് ഓയിലിൽ ചെന്ന് പെട്ടിട്ട് അതായത് ചാകാറായ ഒരു പെൻഗ്വിനെ കിട്ടുന്നു. പുള്ളി ഇതിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ഭയങ്കര ഡിപ്രസ്ഡ് ലൈഫാണ്. അത് പുള്ളിയുടെ ലൈഫിലെ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ നടന്ന കുറേ ഇൻസിഡൻറ്റുകളുണ്ട്. പുള്ളി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു പെൻഗ്വിനെ കിട്ടുന്നു, അതിനെ കൊണ്ടുവന്നിട്ട് റിക്കവർ ചെയ്യാനായിട്ട് പുള്ളി അതിന് ഫുഡൊക്കെ കൊടുത്ത് അതിനെ ആ ഒരു ഓയിലൊക്കെ മാറ്റി അതൊന്ന് റിക്കവർ ആവുന്നിടം വരെ അതിനെ അവിടെ നിർത്തുന്നു. പക്ഷേ ഈ ഒരു പെൻഗ്വിനെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ പെൻഗ്വിൻ പോകുന്നില്ല. പെൻഗ്വിൻ ഇയാളുടെ കൂടെ തന്നെ വരുന്നു. അങ്ങനെ ഇരിക്കെ ഇയാൾ പുതിയ പെൻഗ്വിൻ അവിടെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം പെൻഗ്വിന് ഡയലോഗ്സ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് ഇത് ട്രൂ ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഈ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ജോവും പെൻഗ്വിനും തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്ഷൻ വരുന്നുണ്ട്. അതായത് ഈ ജോയുടെ പേഴ്സണൽ ലൈഫിൽ നടന്നൊരു സംഭവമുണ്ട്. പുള്ളി എന്തുകൊണ്ട് ഇങ്ങനെ ഡിപ്രസ്ഡ് ആവും എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതും ഈ ഒരു പെൻഗ്വിനെയും തമ്മിൽ പുള്ളി റിലേറ്റ് ചെയ്യുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ദിവസം പെൻഗ്വിനെ കാണാമെന്നു പെൻഗ്വിൻ അന്റാർട്ടിക്കയിൽ പോകുന്നു. പിന്നെയും കുറേ സമയം കഴിഞ്ഞിട്ട് ഇത് ട്രാവൽ ചെയ്യുന്നൊരു ടൈമുള്ളൂ. പെൻഗ്വിൻസ് ട്രാവൽ ചെയ്യുന്ന ടൈമുള്ളൂ. ആ ടൈം ആകുമ്പോൾ വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ വരുന്നു. അങ്ങനെ പോകുന്നത് ഈ ഒരു പെൻഗ്വിനും ഈ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ വൈറലാവുന്നതും അത് കുറേ സയൻറ്റിസ്റ്റ് കാണുന്നതും അങ്ങനെ പോകുന്നൊരു സ്റ്റോറിയാണ്. പക്ഷേ ഈ ഒരു പെൻഗ്വിനെ വെച്ചിട്ട് എത്ര ട്രെയിൻഡായിട്ടുള്ള പെൻഗ്വിനാണെന്ന് പറഞ്ഞാൽ ഇത്രയും പെൻഗ്വിൻ്റെ ഇമോഷൻസൊക്കെ എങ്ങനെ ഇവർ ക്യാപ്ചർ ചെയ്തെന്നുള്ളതാണ്. കുറേ അധികം നല്ല സീൻസുണ്ട്. പ്രത്യേകിച്ച് ഈ പെൻഗ്വിൻ നടന്നു വരുന്ന സീനുകളും പെൻഗ്വിൻ ഫുഡ് കഴിക്കുന്നതും അങ്ങനെ പെൻഗ്വിനുമായിട്ടുള്ളൊരു കണക്ഷനൊക്കെ ഭയങ്കര രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര യുണീക്കായിട്ടുള്ള സ്റ്റോറിയല്ലേ. കാരണം നമ്മളിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹ്യൂമൻ ആനിമൽ ഫ്രണ്ട്ഷിപ്പൊക്കെ. പക്ഷേ ഇത് ഭയങ്കര അന്റാർട്ടിക്കയിലുള്ളൊരു പെൻഗ്വിൻ ബ്രസീലിലുള്ള ഒരാളുമായിട്ട് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫ്രണ്ടാവുന്നു. 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. 8 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നില്ല. അപ്പം ഞാനത് നോക്കിയ സമയത്ത് മേ ബി ആ പെൻഗ്വിൻ ഒരു പുതിയ ഫാമിലി സ്റ്റാർട്ട് ചെയ്തതാണോ, നല്ല മെയിനെ കണ്ടുപിടിച്ചിട്ട് ഫാമിലി സ്റ്റാർട്ട് ചെയ്തതാണോ, അതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ നമുക്കറിയില്ല. എന്താണ് ഒരു പെൻഗ്വിനാണ്, എന്ത് പറ്റിയത് നമുക്കറിയില്ല. എന്തായാലും സിനിമ നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പെൻഗ്വിൻ സ്റ്റോറി മാത്രമല്ല, കുറേ സാധനങ്ങൾ കാണിച്ചു പോകുന്നത്, കുറച്ച് ഡീപ്പായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു പോകുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു 1.25 മണിക്കൂർ ഭയങ്കര ഒരു ഫീൽ ഗുഡ് സിനിമയൊക്കെ നമ്മൾ കാണല്ലേ, ഒരു നല്ല ഫീൽ ഗുഡ് സിനിമ കണ്ട ഒരു ഫീലാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പം. എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് നിങ്ങൾ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗൈസ്.